എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേരള സർക്കാർ ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും കേരള സർക്കാരിൻ്റെ കീഴിലും ഈ ആഴ്ച അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തസ്തിക പവർ ലോണ്ടറി അറ്റൻഡർ, വേക്കൻസി 5 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 8ാം ക്ലാസ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 4 ആണ്. അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, തസ്തിക സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, വേക്കൻസി 896. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ LLB അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 21 ആണ്. അടുത്തത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സൂപ്പർവൈസർ ICDS തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ്സും 10 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 4 ആണ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷനാണ്. തസ്തിക പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനിയാണ്. വേക്കൻസി 4455 ആണ്. യോഗ്യത വേണ്ടത് എനി ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 21 ആണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആണ്. തസ്തിക സെറാങ്, ടിൻഡാൽ, വിഞ്ച്മാൻ, ലാസ്കർ, ബൻഡറി, ജൂനിയർ സൂപ്പർവൈസർ ആൻഡ് എൻജിൻ റൂം ഫിറ്റർ ആണ്. നമ്പർ ഓഫ് വേക്കൻസി 23 ആണ്. യോഗ്യത ഡിഗ്രിയും ഡിപ്ലോമയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 26 ആണ്. ഇനി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡിലേക്കാണ്. തസ്തിക അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ ഗ്രേഡ് A ആണ്. നമ്പർ ഓഫ് വേക്കൻസി 102 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 15 ആണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ആണ്. തസ്തിക വരുന്നത് ലബോറട്ടറി മാനേജർ കം മൈക്രോബയോളജിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് ആണ്. 4 വേക്കൻസിയാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12 ആണ്. ഇനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCLലേക്ക് ടെക്നിക്കൽ അറ്റൻഡൻറ്റ് 1, ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് 4, ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 467 വേക്കൻസിയാണ്. യോഗ്യത വേണ്ടത് ITI, ഡിപ്ലോമ, BSc ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 21 ആണ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ്, കെമിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 7951 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ, BE അല്ലെങ്കിൽ BTech അതുപോലെ BSc ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 29 ആണ്. അടുത്തതായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വേക്കൻസി 2006 ആണ്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 17 ആണ്. ഇനി LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 200 വേക്കൻസിയാണുള്ളത്. യോഗ്യത വേണ്ടത് എനി ഡിഗ്രിയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 ആണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ്. തസ്തിക സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട്, പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ ടെക്നോളജി, പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ ബിസിനസ്, റിലേഷൻഷിപ്പ് മാനേജർ VP വെൽത്ത് പ്ലസ്, റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡ്, റീജിയണൽ ഹെഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ. വേക്കൻസി 1040 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി കൂടാതെ MBA അല്ലെങ്കിൽ PGDM അല്ലെങ്കിൽ PGDBM ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 8 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയിലേക്ക് ഓഫീസർ ഗ്രേഡ് B DR തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 94 വേക്കൻസിയാണ് വരുന്നത്. യോഗ്യത വേണ്ടത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 16 ആണ്. ഇനി കേരള മാരിടൈം ബോർഡിലേക്ക് തസ്തിക ചീഫ് എക്സാമിനർ, സർവേയർ, നേവൽ ആർക്കിടെക്ട്, എക്സാം കോർഡിനേറ്റർ ആൻഡ് പോർട്ട് ഓഫീസർ ആണ്. യോഗ്യത വേണ്ടത് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയുമാണ്. 10 വേക്കൻസിയാണുള്ളത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 8 ആണ്. സദേൺ റെയിൽവേയിലേക്ക് ട്രേഡ് അപ്രന്റീസിൻ്റെ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 2438 വേക്കൻസിയാണുള്ളത്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ്സും +2ഉം ITIയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12 ആണ്. ഇനി കേരള PSC വഴി വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് വാച്ചർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 1 വേക്കൻസിയാണുള്ളത്. അടിസ്ഥാന വിദ്യാഭ്യാസമാണ് യോഗ്യത വേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 ആണ്. PSC വഴിയുള്ള എല്ലാ ജോലികൾക്കും ഓഗസ്റ്റ് 14 വരെയാണ് അപേക്ഷിക്കേണ്ടത്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്
കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് 2 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയും PGDCAയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 3 വേക്കൻസിയാണുള്ളത്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 സെൻട്രൽ റെയിൽവേയിലേക്ക് അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 2424 വേക്കൻസിയാണുള്ളത്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ്സും ITIയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 15 അടുത്തത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSIDC തസ്തിക അറ്റൻഡറാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 യോഗ്യത വേണ്ടത് 9ാം ക്ലാസ് പാസ്സാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വരുന്നത്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയിലേക്കാണ്. തസ്തിക ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറാണ്. 31 വേക്കൻസിയാണ് വരുന്നത്. ഡിഗ്രിയാണ് യോഗ്യത വേണ്ടത്. ഇനി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ടൈലർ, കോൺസ്റ്റബിൾ കോബ്ലർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 51 വേക്കൻസിയാണ് വരുന്നത്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ്സും ITIയും ഡിപ്ലോമയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 18 ഇന്ത്യൻ ആർമിയിലേക്ക് NCC വഴി സ്പെഷ്യൽ എൻട്രി വിളിച്ചിട്ടുണ്ട്. വേക്കൻസി 76 യോഗ്യത വേണ്ടത് എനി ഡിഗ്രി പ്ലസ് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ആഴ്ചത്തേക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ഇത്രയും ജോലികൾക്കുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഓരോ ജോലിയുടെ വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. ഓരോ ജോലിയുടെയും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ക്വാളിഫിക്കേഷൻ നോക്കി അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.